നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം NSS ആസ്ഥാനത്തേക്കുള്ള കന്നി സന്ദർശനത്തിൽ തന്നെ മുനമ്പം സമരപ്പന്തലിലെത്തി മുനമ്പം നിവാസികൾക്കൊപ്പമെന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഇന്നലെ മുതൽ തുടങ്ങിയ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഇന്ന് രാവിലെയാണ് രാജ്യസഭ ബില്ല് പാസാക്കിയത്. ഇതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ജയ് വിളിച്ച് മുനമ്പം നിവാസികൾ നന്ദി അറിയിച്ചു. വഖഫ് ബിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെയാവും ബിൽ നിയമമായി മാറുക. വഖഫ് ബിൽ പാസ്സായാലുടൻ മുനമ്പം നിവാസികളുടെ ഭൂമി വീണ്ടെടുത്ത് നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയ ചന്ദ്രശേഖർ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ളതാണെന്നും അതിൽ തെല്ലും സംശയം വേണ്ടെന്നും ഒപ്പമുണ്ടെന്നും വ്യക്തമാക്കി കഴിഞ്ഞു. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട കോൺഗ്രസിന്റെയും CPM-ന്റെയും നിലപാട് ഇന്ത്യ മുന്നണിയുടെ പ്രീണന രാഷ്ട്രീയമാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചു കഴിഞ്ഞു. തുടക്കം മുതൽ ഇപ്പോൾ വരെ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി വികസനത്തിന്റെ രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടിയാണ് BJP എന്നും രാജീവ് ചന്ദ്രശേഖർ. കേരളത്തെ ഒപ്പം നിർത്തി വികസനം കൊണ്ടുവരാനാണ് BJP ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് ബിൽ ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയതിന് തൊട്ടു പിന്നാലെ സമിതി ചെയർമാൻ അടക്കമുള്ള 50 പേരാണ് BJP-യുടെ അംഗത്വം സ്വീകരിച്ചത്. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള BJP നേതാക്കൾ സമരപ്പന്തലിൽ എത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു മുനമ്പം നിവാസികളുടെ അംഗത്വമെടുക്കൽ. രാജീവ് ചന്ദ്രശേഖറിന്റെ സന്ദർശനം എന്തായാലും കരുത്തുറ്റ പുതിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്.